Hi friends, welcome back to EYESOPEN. അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കറിയാം നമ്മൾ മൊത്തം ഔട്ട്ഡോർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ലക്ഷ്യം മാത്രമല്ല, ഇന്ന് നമ്മളൊരു പൊളിയായിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന വീഡിയോസ്, അതായത് നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കത്തില്ലേ, മൊത്തം ഷെയ്ക്ക് വീഡിയോസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത്തരം വീഡിയോസിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് യൂസ് ചെയ്യാം, അതായത് സിനിമാറ്റിക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി, അതിനുള്ള ട്രിക്കും കൂടി ഞാൻ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്ന് അറിയുന്നത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഇൻട്രോ. അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷനകത്താണ് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗാലറി പോലെയാണ് ഗൂഗിൾ ഫോട്ടോസിനകത്തും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് നിങ്ങളെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ അത്യാവശ്യം ഷെയ്ക്കുള്ള ഒരു വീഡിയോ ആണ്, അപ്പോൾ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. കണ്ടോ, ഷെയ്ക്ക് ഉണ്ട്, ഈ ഒരു വീഡിയോ ഷെയ്ക്ക് ഉണ്ട്. നിങ്ങൾ ആ കോർണർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റെബിലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം തൊട്ട് താഴെയായിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് റൊട്ടേറ്റ്, അതുപോലെ സ്റ്റെബിലൈസ്. അപ്പോൾ നിങ്ങൾ ഏതാണ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എത്രയാണെന്ന് വെച്ചാൽ ക്രോപ്പ് ചെയ്യാം കേട്ടോ നിങ്ങളെ വീഡിയോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, എത്ര വേണം നമുക്ക് വീഡിയോയുടെ ലെങ്ത് എന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇത്ര വ്യക്തമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റെബിലൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതങ്ങ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ലോഡിംഗ് ബട്ടൺ കാണിക്കും. അത് ഫുള്ളായതിനു ശേഷം നമുക്ക് നോക്കാം. അതിപ്പോൾ ഇവിടെ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മേഖലയിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, സേവ് കോപ്പി എന്ന് പറഞ്ഞ്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ആവും. നമുക്ക് അതിലൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ വീഡിയോ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവുന്നത് ഈ ഒരു ഭാഗമൊക്കെ അതിൽ നല്ല ഷെയ്ക്കാണ്. ഇത് ഇപ്പോൾ നോക്കി എന്ത് സ്മൂത്ത് ആയിട്ട് ആ വീഡിയോ പ്ലേ ആവുന്നതെന്ന് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മളെ വീഡിയോസ്, മൊബൈലിൽ എടുത്ത വീഡിയോസൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ആപ്ലിക്കേഷനാണ്. ഞാൻ നമ്മളെ പ്രീമിയർ പ്രോയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ കോർണറും എഡ്ജൊക്കെ അപ്പോഴെപ്പോഴും സൂമായി വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രീമിയർ ചെയ്യുന്ന നേരത്തെ ഞാൻ ചില സമയങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു എന്താ പറയുക ആഫ്റ്റർ ബിഫോറും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രിക്സും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ പിന്നോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്സ് കമന്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങളെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ ഇതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ ഇഷ്ടമായ ഫോട്ടോസ് ഒന്ന് നോക്കുക, ഇഷ്ടമായ മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ ഈ കൊച്ചു സ്റ്റുഡിയോ സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ അതൊക്കെ നിങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ അൻഷു, ഇത് EYESOPEN ഫോട്ടോഗ്രാഫി. നെക്സ്റ്റ് വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ. ബൈ.